നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 ആണ്ട് മേടമാസം 1 തീയതി ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിത രീതിയിൽ അല്പം കുറച്ചൊക്കെ മാറ്റമുണ്ടെങ്കിലും ഏറെക്കുറെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നും രാജയോഗം നിങ്ങളെ തേടിയെത്തും എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്നില്ല. ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം അനുസരിച്ചുള്ള വളരെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. 2026 വിഷുഫലം ആദ്യമായി മേടക്കൂറ്. മേടം രാശിയിലെ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ്. ഈ ഒരു ഫലം അറിയുന്നതിന് മുമ്പായി ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഇവർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വ്യാഴപ്പിഴാകാലം കൊണ്ടുള്ളതാണ്. വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വ്യാഴപ്പിഴാകാലം എന്ന ഒരവസ്ഥയാണ്. വ്യാഴം രാശി മാറുന്നതോടെ ഇവരുടെ ഈ ഒരു വ്യാഴപ്പിഴാകാലം മാറി ധനപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞ് നല്ല സമയം വന്നു ചേരും. വിവാഹം കാലതാമസം വന്നവർക്കും പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടവർക്കും അവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷക്കാലം വന്നു ചേരുന്നത്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്പം മോശം സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. പുതിയ തൊഴിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും നല്ല സമയമാണ്. പുതിയ വീട് വയ്ക്കുവാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്നതോടെ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ദോഷങ്ങളൊക്കെ മാറുവാൻ കുടുംബക്ഷേത്ര ദർശനം നടത്തിയും കുടുംബ ദേവതകൾക്ക് വഴിപാടുകളൊക്കെ ചെയ്തും പരിഹാരം കാണുക. ശാസ്താക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ നെയ്വിളക്കും നീരാഞ്ജന വിളക്കും കൊളുത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിഷു ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു.